അതേ പ്രഭു, ആ രൗദ്രതാളത്തെ കീഴ്പ്പെടുത്താൻ അങ്ങയുടെ മറ്റൊരു അവതാരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമാധാനവും സന്തോഷവും തിരിച്ചു വരാൻ, നാരായണ ഭക്തർക്ക് ആശ്വാസത്തോടെ ജീവിക്കാൻ, സ്നേഹവും സമ്പന്നവുമായ ഒരു പുലർകാലം കണ്ടുണരാൻ അങ്ങയുടെ ഭക്തർ ആഗ്രഹിക്കുന്നു. ദേവാദിദേവ, അങ്ങതിന് കനിയണം. നാരായണ നാരായണ. കൽപ്പിച്ചാലും തിരുമനസേ. കൽപ്പനയല്ല ചാണൂര, നമ്മുടെ മനസ്സ് ഇന്ന് ആനന്ദപൂർണമാണ്. ഒരുപക്ഷെ നാം ഈ ഭൂമിയിൽ ജാതനായതിനു ശേഷം ഇത്രയധികം ആനന്ദകരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്നു. നമ്മുടെ പ്രിയ സഹോദരി ദേവകിയുടെ സ്വയംവരം അത്രയ്ക്കും അത്യുഗ്രമായിരുന്നു അല്ലേ? അല്ലേ? തിരുമനസിന്റെ അരിമ സഹോദരിയുടെ സ്വയംവരം പോലെ ആർഭാടം നിറഞ്ഞ മറ്റൊരു സ്വയംവരം ഈ പ്രപഞ്ചത്തിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല. എല്ലാവരും നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തിനധികം പറഞ്ഞറിയിക്കണം പ്രഭു. 3 ലോകങ്ങളിൽ പോലും ഇങ്ങനെയൊരു സ്വയംവരം നടന്നു കാണില്ല. ദേവേന്ദ്രനും മറ്റു ദേവഗണങ്ങളും അത്ഭുതപ്പെട്ടു കാണും. എന്തിനധികം പറയണം, സാക്ഷാൽ നാരായണൻ പോലും. ജ്യേഷ്ഠൻ എന്നോടുള്ള സ്നേഹം ജീവന് തുല്യമാണ്. ഒന്നർത്താൽ ഏത് സ്ത്രീയെക്കാളും ഭാഗ്യവതിയാ ഈ ദേവകി. സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന സഹോദരൻ, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കീഴ്പ്പെടുത്തിയ അങ്ങും. ഒന്നർത്താൽ ഞാൻ എത്ര ഭാഗ്യവതിയാ പ്രഭു. അങ്ങയുടെ ഈ വിരിഞ്ഞ മാറിൽ മുഖമമർത്തുമ്പോ ഈ ദേവിക്ക് ഏറെ പുണ്യവതിയാണെന്ന് തോന്നുന്നു. ദേവകി, നേരം ഏറെ വൈകി. ഈ രാത്രി മുഴുവൻ ദൈവം നമുക്കായി മാറ്റിവെച്ചതാ. ഈ ദേവനെ എനിക്കായി മാത്രം തന്നതാ. ദേവകി, നിന്നെ പോലെ ഞാനും ഭാഗ്യവാനാ. നിന്റെ സ്നേഹത്തിന് മുൻപിൽ നാം നമ്മെ തന്നെ മറക്കുന്നു പ്രിയേ. ഈ ഒരു സ്നേഹത്തിന്റെ തീവ്രതയാണല്ലോ നമ്മുടെ സ്വയംവരം രാജകീയ പ്രൗഢിക്കും അപ്പുറം എത്തിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ വർണ്ണമാല്യം ചാർത്തിയ അങ്ങും സൗഭാഗ്യവാനല്ലേ? തീർച്ചയായും പ്രിയേ. മഹാരാജാവ് തിരുമനസ് മുഖം കാണിക്കാൻ കൽപ്പിക്കുന്നു. വരണം വരണം. നവദമ്പതികൾക്ക് സ്വാഗതം. ആസനസ്ഥനായാലും. പ്രണാമം പ്രഭു. സന്തോഷക്കുറവൊന്നുമില്ലല്ലോ? സ്നേഹനിധിയായ ജ്യേഷ്ഠനുള്ളപ്പോ എന്തിന് സന്തോഷക്കുറവുണ്ടാവണം? എന്താ വസുദേവർക്കൊരു മൗനം? ഒന്നുമില്ല മഹാരാജൻ, പരമാനന്ദമാണ്. നാം നിങ്ങളെ വിളിപ്പിച്ചത് ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാനാണ്. സന്തോഷവാർത്തയോ? പറഞ്ഞാലും ജ്യേഷ്ഠ, ഈ അനുജത്തിക്ക് അതറിയാൻ തിടുക്കമായി. ഉടൻ തന്നെ നിങ്ങൾ ഒരു ഉല്ലാസയാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളൂ. ദേവകി വസുദേവ ദമ്പതിമാരെ വഹിച്ചുകൊണ്ടുള്ള തേര് തെളിക്കുന്നതും നാം തന്നെയായിരിക്കും. എന്താ, രണ്ടുപേരും തയ്യാറല്ലേ? എല്ലാം അവിടുത്തെ അഭിഷ്ടം പോലെ. അനിയത്തി,
ഇവിടം എത്ര സുന്ദരമാണ്. തട്ടഹസിച്ച് ചിരിക്കുന്ന വെള്ളച്ചാട്ടം, പ്രകൃതിയെ കുളിരണിയിക്കുന്ന യമുനാതീരം, സുഗന്ധം പൊഴിക്കുന്ന സുവർണ പുഷ്പങ്ങൾ, പാടിയുറക്കുന്ന വാനമ്പാടികൾ. അനിയത്തി, മനോഹരമാണിവിടം. നിന്റെ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം പകരുന്ന ഈ താഴ്വര നിനക്കിഷ്ടമായോ? ഈ സഹോദരിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് അങ്ങ് എനിക്ക് നൽകുന്ന ഈ സ്നേഹത്തിന് ഈ സഹോദരി എന്നും കടപ്പെട്ടിരിക്കും. മനസ്സിനിണങ്ങിയ മാരിനെയും മനം നിറഞ്ഞ സ്നേഹവും തന്ന് അങ്ങനെ വീർപ്പ് മുട്ടിക്കുകയാണ്. ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും ലോകം മുഴുവൻ ഞാൻ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ കാരിരുമ്പിന്റെ മനസ്സാണ് എനിക്കെന്ന് ശത്രുപക്ഷം വിളിച്ചു പറയുമ്പോഴും ശത്രുപക്ഷത്തിന്റെ തകർച്ചയ്ക്ക് മുന്നിൽ വിജയശ്രീലാളിതനായി വരുന്ന എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിയെ എനിക്ക് എത്ര സ്നേഹിച്ചാലും മതിവരില്ല. ഇവളുടെ സന്തോഷം എന്റെ സന്തോഷം, ഇവളുടെ ഇഷ്ടം എന്റെയും ഇഷ്ടം. അങ്ങയുടെ സ്നേഹത്തിൽ ഈ അനിയത്തി എന്ന് സുരക്ഷിതയാണ്. കഥകൾ പറഞ്ഞ് ഈ ജ്യേഷ്ഠൻ നിങ്ങളുടെ ഒരുപാട് വിലപ്പെട്ട സമയം കവർന്നെടുത്തു. ദേവകി, ഈ സ്നേഹസുരഭില യാമങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ആസ്വദിക്കൂ മതിവരുവോളം. രാജൻ, ഇന്ന് താങ്കൾ അതീവ സന്തോഷവാനാണല്ലോ. ശരിയാണ്, എന്തിന് സന്തോഷിക്കാതിരിക്കണം? ത്രിലോകങ്ങളെ അടക്കി വാഴുന്ന അങ്ങയുടെ സന്തോഷത്തിന് അതിരുകളില്ലല്ലോ. എന്നാലും എന്താ എന്നാലും പറയണം. രാജാതിരാജനായ കംസന്റെ നേർക്കുനേർ വന്ന് പറയാൻ കഴിയാത്ത വിഡ്ഢി. പറയെന്തായാലും. രാജൻ, അങ്ങ് പൊന്നുപോലെ നോക്കുന്ന അങ്ങയുടെ സഹോദരി ദേവകിയുടെ 8ാമത്തെ പുത്രൻ അങ്ങയെ വധിക്കുമെന്ന്. നിർത്ത്. ധൈര്യമുണ്ടെങ്കിൽ നേരിൽ വന്ന് പറ. മറഞ്ഞു എന്ന് പറയുന്നത് വീരർക്കുചിതമല്ല. എന്ത്? അതല്ല, രാജൻ ഭയപ്പെടുന്നുവല്ലോ. സാരമില്ല, അങ്ങയുടെ വികാരം നാം മനസ്സിലാക്കുന്നു. എന്നാലും മരണത്തെക്കുറിച്ച് കേട്ടപ്പോ ഒരൽപ്പം ഭയം തോന്നിയല്ലേ? രാജൻ, വിഷമിക്കണ്ട. ഞാൻ അങ്ങയുടെ മരണം ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. എന്ത്? സ്നേഹമയിയായ നമ്മുടെ സഹോദരിയുടെ പുത്രൻ നമ്മെ വധിക്കുമെന്നോ? ഇല്ല. അരുന്രാജൻ, അങ്ങ് കേട്ടത് വെറും അശരീരി മാത്രമാണ്. മുൻകോപത്താൽ അങ്ങ് ഒരു സിംഹപരാക്രമിയാവരുത്. നിന്റെ പതിവ്രതയായ സഹധർമ്മിണിയാണ് ഇവളെങ്കിലും നമുക്ക് ഓമനയായിരുന്ന ഇവൾ ഇപ്പോൾ നമ്മുടെ ശത്രുപക്ഷത്താ. ശത്രുവിനെ സംഹരിക്കുക തന്നെ ചെയ്യും. പൊന്നു സഹോദരിയുടെ ഇങ്ങനെ ഒരു ദുരനുഭവത്തിൽ നാം ഖേദിക്കുന്നു. എന്റെ കഴുത്ത് വെട്ടി വീഴ്ത്തിക്കൊള്ളു ജ്യേഷ്ഠ. സ്നേഹിക്കുന്ന സഹോദരന്റെ കൈകൊണ്ടുള്ള മരണം ഞാൻ കാക്ഷിക്കുന്നു. ദേവകി! അരുത് മഹാരാജൻ. ഈ വസുദേവർ അങ്ങയുടെ കാല് പിടിക്കാം. ജീവിച്ചു കൊത്തി തീരാത്ത എന്റെ ദേവി അങ്ങൊന്നും ചെയ്യരുത്. എന്റെ അപേക്ഷ, എന്റെ പ്രാണപ്രിയ അങ്ങൊന്നും ചെയ്യരുത്. ഹതഭാഗ്യനായ ഒരു ഭർത്താവിന്റെ യാചനയാണ്. അശരീരി പ്രകാരം നിനക്കും ദേവകിക്കും ജനിക്കുന്ന 8ാമത്തെ പുത്രനാൽ നാം വധിക്കപ്പെടുമെന്നാണ്. അതിനാൽ എനിക്ക് ഈ കൃത്യം നിർവഹിക്കാതിരിക്കാൻ കഴിയില്ല വസുദേവ. അങ്ങനെയെങ്കിൽ
മഹാരാജൻ, നമുക്കൊരു വ്യവസ്ഥയുണ്ടാക്കാം. ഞങ്ങൾക്കുണ്ടായേക്കാവുന്ന മക്കളോടാണല്ലോ അങ്ങേക്ക് ശത്രുത. ജനിച്ച നിമിഷം ഞങ്ങളുടെ മക്കളെ അങ്ങേ ഏൽപ്പിച്ചേക്കാം. അങ്ങേക്ക് അവരെ നിഷ്കരണം വധിച്ചേക്കാം. അതിന് പകരമായി എനിക്കെന്റെ ദേവിയെ വേണം. ദേവി, എന്താ എന്ത് പറ്റി? ജനിക്കുന്ന മുഴുവൻ പുത്രന്മാരെയും കൊലയ്ക്ക് കൊടുക്കാമെന്ന് അങ്ങ് എന്തിനു വാഗ്ദാനം നൽകി? കംസന്റെ വധശ്രമത്തിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ അത് മാത്രമേ ഒരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഇതിലും ഭേദം എന്റെ മരണമായിരുന്നു. പുത്രന്മാരെ കുരുതി കൊടുത്തിട്ട് മാതാവും പിതാവും പിന്നെ എന്തിനു ജീവിച്ചിരിക്കണം? പൃഥ്വിയിലേക്ക് പോകുമ്പോ പരലോകത്ത് പോലും നമുക്ക് മോക്ഷം കിട്ടില്ല. അറിയാം, എനിക്കറിയാം, മോക്ഷം കിട്ടില്ല. നമുക്ക് പിറക്കാനിരിക്കുന്ന പൊന്നോമന മക്കളെ ബലി കൊടുത്ത് രാജാതിരാജനായി വാഴാൻ കൊതിക്കുന്ന ഈ നീചനായ അച്ഛന്റെ ദുഃഖം കാപട്യത്തിന്റെ വേറിട്ടൊരു മുഖമാണെന്ന് ഈ ലോകം വിളിച്ചു പറയുമെന്ന് എനിക്കറിയാം. ദേവി, നമ്മുടെ മക്കളെയൊക്കെ രക്ഷിച്ചിട്ട് നിന്റെ ഈ ചേതനയേറ്റ രൂപം കാണാൻ ഉള്ളവന് കഴിയില്ല. എനിക്ക് കഴിയില്ല. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയോ. ഈശ്വരൻ മായയാൽ യന്ത്രത്തിൽ വെച്ചിരിക്കുന്ന വസ്തുക്കളെ എന്ന പോലെ സർവജീവികളെയും പ്രവർത്തിപ്പിച്ചുകൊണ്ട് അവരുടെ എല്ലാം ഹൃദയത്തിൽ വസിക്കുന്നു.